Hi friends, welcome to my channel V3 Fashion. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു നൈറ്റി പീസ് കൊണ്ട് എങ്ങനെ 3 പീസ് ടോപ്പ് തയ്ക്കാം എന്നുള്ളതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു നൈറ്റിയാണ്, പ്ലീറ്റഡ് നൈറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് നമ്മുടെ യോഗ് പീസാണ് നൈറ്റിയുടെ. അപ്പോൾ അതിന് പേപ്പർ കട്ടിങ്ങാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 49 ഇഞ്ചാണ്. അപ്പോൾ യോഗ് ലെങ്ത്ത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 + 1 9 ഇഞ്ച്. ആ 9 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ ഇതേമാതിരി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14ൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നീട് വരുന്നത് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം 6 ഇഞ്ച്. പിന്നെ നമ്മുടെ ആംബിത്ത് എന്ന് പറയുന്നത് 31 ഇഞ്ചാണ്. അപ്പോൾ 7.25 + 1.5 2 ഇഞ്ച്. ഞാനിപ്പോൾ ഇവിടെ 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലെടുക്കാം. അതേ വീതി തന്നെയാണ് ഞാൻ താഴെയിലും എടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 32ആണ്. അപ്പോൾ 8ഉം 2ഉം 10. അപ്പോൾ ഈ 2 ലൈൻ പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1.5 ഇഞ്ച് നീളത്തിൽ ഇതേമാതിരി ഒരു കർവ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ യോഗ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ലെങ്ത്ത് 49 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ യോഗ് പീസിൻ്റെ 9 ഇഞ്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 + 1.5 41 ഇഞ്ച് ലെങ്ത്ത് ഞാനിവിടെ ക്ലോത്തിൽ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് താഴത്തെ പോർഷൻ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ആ മേളിൽ ഫോൾഡിങ് ഭാഗത്തായിട്ട് നമ്മളുടെ ഈ പേപ്പർ കട്ടിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ വരച്ചേക്കണ ലൈനിൽ കൂടി ഇതേമാതിരി എൻഡിലായിട്ട് ഈ ഒരു കർവ് നമ്മൾ കട്ട് ചെയ്ത ആ കർവ് മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ കർവ് ഈ സൈഡും കൂടിയാണ് ജോയിന്റ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഇതേമാതിരി ഒരു ഡാറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും താഴ് ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് വീതിക്ക് താഴോട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും 2 ഭാഗവും കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യുക. അതിനായിട്ട് ഈ സൈഡിൽ വരുന്ന കരഭാഗം അതാണ് നമ്മുടെ സ്ലീവ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മടക്കി തയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ കൈവണ്ണം എന്ന് പറയുന്നത് 9ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 4.5 + 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ യോക്ക് നമ്മൾ പേപ്പർ കട്ടിങ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഷോൾഡർ ഞാൻ 7ആയിരുന്നു. അപ്പോൾ നമ്മുടെ റെഡി ഷോൾഡർ 3.5 എന്നുള്ളത് 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ കഴുത്തകലം എന്ന് പറയുന്നത് 2.25 അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മുടെ കഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ വരുന്ന 2.25 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഴുത്തകലം. ഇതിവിടെ നിന്ന് ഡാർട്ട് ഇട്ട് കൊടുക്കാം. ഒതുങ്ങിയ കഴുത്താണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2.25 വന്നേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്താൽ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ലെങ്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 2.5 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ആ
അരയിഞ്ച് കൂടുതലെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് അരയിഞ്ച് പോകും. അതേ 2 കാല് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് സ്ക്വയർ വരച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ കഴുത്തകലം 2 കാലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്തും 2 കാല് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേമാതിരി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് ഈ പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കഴുത്ത് ഇറക്കം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് ഞാൻ ഇതേമാതിരി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ച് നമുക്ക് കഴുത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലൈനിങ് ക്ലോത്ത് വെച്ച് മറിച്ചടിച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വേറൊരു പീസ് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ പോവാണ് ആദ്യം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേമാതിരി ഒരു കട്ടിയുള്ള ഒരു ലൈനിങ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മളുടെ നല്ല ഭാഗം ഇതുപോലെ കമഴ്ത്തി ഇട്ടതിന് ശേഷം നമുക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ലൈനിങ് ഭാഗം ഇതുപോലെ പുറത്ത് നല്ല ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിലൂടെ ഒന്ന് പതിച്ചൊരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. അതെ, നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ ചുറ്റിനൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ പീസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അതിനായിട്ട് നമ്മുടെ 5 ഇഞ്ച് എന്നുള്ളത് ഞാൻ 5.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീസിലും കറക്റ്റ് ആ മാർക്കിങ് വരുത്തുക. ഇനി നമ്മുടെ ഈ സെൻറ്റർ പീസിൽ വേറൊരു പീസ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതായതുമാതിരി ഞാനൊരു ഫോൾഡിങ് റെഡ് കളറിലെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കഴുത്തകലം ഇതിൽ അടയാളപ്പെടുത്താം. നമ്മുടെ കഴുത്തകലം വരുന്നത് 4.5 ഇഞ്ചാണ്. ടോട്ടൽ വീതി വരുന്നത് 4.5 ഇഞ്ചാണ്. ആ 4.5 ഇഞ്ച് ഞാൻ ഇതേമാതിരി മാർക്ക് ചെയ്തിട്ടുണ്ട്. തന്നെ കറക്റ്റ് താഴേനും വരുന്ന രീതിയിൽ ഇതാക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. അപ്പം ഇതേ നമ്മൾ ഈ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് ആ മാർക്കിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താഴെയുള്ള എക്സ്ട്രാ പീസ് ഇതേമാതിരി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി കൂടി ഭംഗി കിട്ടാനായിട്ട് നല്ലതായിരിക്കും.
നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതേമാതിരി റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് വേണമെങ്കിലും സൈഡിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ അളവൊന്ന് എടുക്കാം. ഇതുമാതിരി എടുക്കാം. അപ്പോൾ 21 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തെ പോർഷൻ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് 21 ഇഞ്ച് വേണം. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഇതേമാതിരി ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇതേമാതിരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല വശം തമ്മിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഷോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെഡി ഷോൾഡർ വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചിൽ ഇതേമാതിരി മാർക്ക് ചെയ്ത് കൊടുക്കുക. അരേഞ്ച് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പോകും. പിന്നെ നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് 6 ഇഞ്ച്, അതൊന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്ട്രാ കിടക്കുന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതേ നമ്മളിവിടെ എക്സ്ട്രാ പീസ് ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേമാതിരി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രം, ഫ്രണ്ട് സൈഡിൽ വരുന്ന കൈയുടെ ഭാഗം മാത്രം ഒന്നുകൂടെ ഒന്ന് കുഴിച്ചു വിട്ട് കൊടുക്കുക. അത് ഇതേമാതിരി ഫ്രണ്ട് സൈഡിൽ ചുളുക്കില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കാനാണ് നമ്മൾ ഇതേമാതിരി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഭാഗം ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഷോൾഡറും നമ്മൾ ഈ സ്ലീവിൽ മാർക്ക് ചെയ്ത ഭാഗം കൂടി ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ 2 സ്ലീവും ഞാനിവിടെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താഴത്തെ പീസ് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗം ഞാൻ ഇതേമാതിരി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സെൻറ്ററിലോട്ട് 2 സൈഡിലും വരുന്ന രീതിയിലാണ് പ്ലീറ്റ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ഇതേമാതിരി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്കിലോട്ട് നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ
അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ 2 സെൻറ്റർ മാർക്കിങ്ങും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മളിതിൻ്റെ മാർക്ക് ചെയ്തേക്കണ ഈ മാർക്ക് നമ്മളുടെ ഈ താഴത്തെ പ്ലീറ്റിൻ്റെ മാർക്കിങ്ങും കൂടി ഒരുമിച്ച് വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വേണം നമുക്കിതാ ഇതുപോലെ പയ്യെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതേമാതിരി പ്ലീറ്റൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇതേമാതിരി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് സൈഡും ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇതേമാതിരി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് താഴെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇനി നമ്മുടെ യോക്ക് പീസിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ വണ്ണം ഏതാണോ നമ്മുടെ ആവശ്യത്തിനുള്ള വണ്ണം അത് മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ താഴ്ഭാഗം കൂടി മടക്കി തയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഇതേമാതിരി എന്തെങ്കിലും 3 ബട്ടൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ബട്ടൺസൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോസിനായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.